എനിക്കുണ്ടല്ലോ ബിണ്ടി മസാല ഇഷ്ടമാണ്. ബിണ്ടി മസാല എന്താ? എന്നിട്ട് ബിണ്ടി ഞങ്ങള് വ്ലോഗ് എടുത്തത് പഠിക്കുന്നതാണ്. ഇതൊക്കെ ട്രെയിലാണ്. നാട്ടിൽ അങ്കമാലി ദാബയിലാണ് ഞങ്ങൾ ലാസ്റ്റ് പഞ്ചാബി കയറിയാക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ലെമൺ ഒഴിക്കുക, സവാളയൊക്കെ ഒഴിച്ചിട്ട് തിന്നണം. ഞാൻ തിന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചാബി വൈബ് പിടിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ വേറെ ആവശ്യത്തിന് നമ്മളൊരു ബെഡ്ഫോർഡിൽ വന്നതാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻ്റാണ് ഡെസീർട്ട് ടക്ക എന്ന് പറയുന്നത്. പക്ക പഞ്ചാബി വൈബാണ് ഇവിടെ. ഇവിടെ പക്ക ഒരു പഞ്ചാബി ഒക്കെ ഉണ്ട്. വെൽക്കം ചെയ്യാനായിട്ട് 2 പേരുണ്ട്. ഓർഡർ വാളാട്ടൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ഓ പുഷ്പടാ പുഷ്പ ഗൈസ്. അപ്പം പുഷ്പ കണ്ടിട്ടാണ് ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഓർഡർ എന്താ ചെയ്യണേ? വെജ് നോൺ വെജാ? എനിക്ക് വെജ് മതി. വെജ് മതി. ഇത് മതി തക്കാദാൽ ആണോ? ഓക്കെ. പിന്നെ റൊട്ടി ഇവിടെയാ. കുൽച്ച മലയാളി കുൽച്ച ഇല്ല, ഫുഡ് കഴിക്കാൻ വിളിച്ചോളാം. മലയാളി കുൽച്ച റൊട്ടി ജൈസ ഖാന. മലയാളി കുൽച്ച. ഓക്കെ, ഇത് പറഞ്ഞോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് UK വന്നിട്ട് ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ് കയറുന്നത്. ഭയങ്കര സൗണ്ടാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്താണ്. നമ്മള് ദാൽ മഖ്നി ആണ് ഓർഡർ ചെയ്തേക്കണേ. ആണോ? ദാൽ മഖ്നി വിത്ത് റൊട്ടി. അപ്പോൾ അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. പഞ്ചാബി വൈബില് പണ്ട് നാട്ടിൽ അങ്കമാലി ദാബയിലാണ് ഞങ്ങൾ ലാസ്റ്റ് പഞ്ചാബി കയറിയാക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? നമ്മ എന്താ കഴിച്ചേ? ബട്ടർ ചിക്കൻ എന്താ നമ്മ കഴിച്ചേ? ബട്ടർ ചിക്കനും ഐറ്റംസ് ആണ് ഞങ്ങൾ ദാബയിൽ പോയപ്പോൾ കഴിച്ചിട്ടുള്ളത്. വെജ് ഐറ്റംസ്. ബട്ടർ ചിക്കൻ തന്നെ വെജ് ഐറ്റമാണ്, നോൺ വെജ്. സോറി. പുഷ്പ ഇവിടെ തകർത്തോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മളത് കാർ കാണാവുന്ന രീതിയിൽ ഇവിടെ കണ്ടിരിക്കണേ. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ? പക്ക ഒരു പഞ്ചാബി സെറ്റപ്പ്. 20 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഫുഡിന്. ഇവിടെ മൈക്രോവേവ് ഓവണൊന്നും ഇല്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ പറയും മാത്രം നോക്കി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫുഡാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണ്ടുള്ള പ്ലേറ്റ് വന്നിട്ടുണ്ട്. ചെറിയ പ്ലേറ്റ് ആണ് കിട്ടിയത്. കുട്ടി പ്ലേറ്റാ. സംഭവം പക്ഷെ ഇത് പഞ്ചാബികളുടെ ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്താണ്. പാളി ഉണ്ടല്ലേ? ഓക്കെയാണോ? എനിക്കെങ്ങനെ ഇഷ്ടമായില്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച് തിന്നോവോ? വന്ന കാര്യം പറഞ്ഞോവോ? എനിക്കുണ്ടല്ലോ ബിണ്ടി മസാല ഇഷ്ടമാണ്. ബിണ്ടി മസാല എന്താ? എന്നിട്ട് ബിണ്ടി എന്തുട്ടാ? ബിണ്ടി എന്തുട്ടാ ഗൈസ്? നീ ഹിന്ദി ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നില്ലല്ലേ? എനിക്ക് 100 ആയിരുന്നു. ഏത് പൊട്ടനെ കിട്ടും? ബിണ്ടി മീൻസ് എനിക്ക് സാൻസ്ക്രിറ്റ് ആയിരുന്നു. എനിക്ക് 100 ഉണ്ടായി. നീ പറഞ്ഞ കറക്റ്റ്. അപ്പൊ ഏത് പൊട്ടൻ കിട്ടും? രണ്ടിനും കൂടി വേണ്ടി വരും അല്ലേ? ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോ, പിന്നെ ലേറ്റ് ആവും. അപ്പൊ ഇതാണ് നമുക്കിന്ന് പഞ്ചാബി കൊട്ട. റൊട്ടിയാണോ? റൊട്ടിയല്ല, ചപ്പാത്തി അല്ലേ? എത്ര നാളായാലും ഇങ്ങനെ ടിവിയില് സിനിമയൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കണ. ഒരു TV വാങ്ങാൻ പ്രൊജക്ടർ ഇല്ലേ? ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. വീട്ടിൽ വെക്കണ പുറത്തൊന്നും അല്ല, വേറെ എന്തൊക്കെയോ ടേസ്റ്റ്. കൊള്ളാം. സവാള വേണം ചോദിച്ചോ? ഭയങ്കര രസമാണ് ഇവര് ഫുഡ് കഴിക്കണ കാണാനായിട്ട്. ആര്? നോർത്ത് ഇന്ത്യൻസ്. സീരിയസ്ലി. ഒരു സാലഡ്സ്, ലസ്സി,
ഗുരുദ്വാര പോയിട്ട് എത്ര നാളായല്ലേ? അപ്പോൾ പോവാം. ഞങ്ങൾ വന്ന ടൈമിൽ കുളിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും അല്ല, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഗുരുദ്വാര നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇത് എത്തിയ ടൈമിൽ നമ്മളെല്ലാ ദിവസവും കേരള റെസ്റ്റോറൻറ്റിൽ മാത്രമേ കയറാറുള്ളൂ. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയാണ്. കൊള്ളാട്ടോ, ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പിണ്ടി മസാല ട്രൈ ചെയ്യാട്ടോ. എനിക്ക് ഇഷ്ടാവും. നീ പിണ്ടി എന്നാണ് പറഞ്ഞില്ല. വെണ്ടയ്ക്കണ പിണ്ടി എന്നാണ്. താങ്ക് യു. ബട്ടർ അത് പുഷ്പ നീ കണ്ടോ? ഫുൾ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു പുഷ്പ. പക്ഷെ എല്ലാവർക്കും കുറെ ബാഡ് പറയണ്ടേ. മാസിന് മാസം തന്നെ പറഞ്ഞോ. എനിക്ക് മതി. നീ വേണം പറഞ്ഞോ. വേഗം പറയണേ. ഇവര് കൊറേ കറി കഴിക്കും, കൊറേ സാലഡ്സ് കഴിക്കും. ഇതിപ്പില്ലേ ഒരു പോർഷൻ വേണ്ടി രണ്ടുപേര് കഴിച്ചിട്ട് തീർക്കാൻ പറ്റാത്തൊരു പോർഷനാണ്. അല്ലെങ്കിൽ സവാള ലെമൺ ഒഴിച്ചിട്ട് കഴിക്കണം കറിയില്. ഓ സൂപ്പറാണ്. എനിക്ക് അവളാ പഠിപ്പിച്ചു തന്നെ. നൂർ, എൻ്റെ പാകിസ്ഥാനി ഫ്രണ്ട്. ശരിക്കും റൈസ്, എന്തെങ്കിലും ദാൽ കറി അല്ലെങ്കിൽ ചന്ന മസാല, ലെമൺ ഒഴിക്കുക, സവാളയൊക്കെ ഒഴിച്ചിട്ട് തിന്നണം. ഞാൻ തിന്നിട്ടുണ്ട്. ഓ സൂപ്പറാ. സമയമായി. നമ്മത് കംപ്ലീറ്റ് ചെയ്യണം. നിർത്തി. നമുക്ക് മതിയായി എന്നല്ല, തൃപ്തിയായി. വെള്ളം വേണം ചോദിക്കോ. പുഷ്പ ഫുള്ള് കാണാനുള്ള ടൈമില്ല. നമ്മൾ ഇറങ്ങിയാണ്. നൈസ് ലഞ്ചായിരുന്നു കേട്ടോ. ഇത് വെറൈറ്റി ലഞ്ചായിരുന്നു കേട്ടോ. എന്തൊന്നും എടുക്കണല്ലേ? ബാഗിലിട്. കേട്ടോ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തൃപ്തിയായി. ഇതാണ് ഷോപ്പ്. ബെഡ്ഫോർഡാണ് വരുന്നത്. താങ്ക് യു. ഇങ്ങനെ നിർത്തി തരുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം. ഒരു താങ്ക്സ് പറയണം. എനിക്ക് ഇഷ്ടമായില്ലേ? എനിക്ക് ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറായതുകൊണ്ട് എനിക്ക് ചിക്കൻ അത്ര ഇഷ്ടാവില്ല. അങ്ങനെ കാണരുത്. ഇത് വെജാണ്. വെജും അല്ല ഇത് സീരിയൽസ് ആണ്. എന്ത് സീരിയൽസ്? എനിക്ക് നല്ല ഇഷ്ടമായി. പാവന്റെ അനുപമേനോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മുഴുവൻ തിന്നാനെ. അവൻ PG-ലുള്ളപ്പില്ലേ, PG-ലെ ഫുഡ് പിടിച്ചേ. PG-ലെ ഫുഡ് ഇതേപോലത്തെ പയറ് അതേപോലെ സാധനങ്ങളൊക്കെ ചെയ്യും. അവന് മല പോലെ ചോറ് എടുത്തിട്ട് വരും. അതിന്റെ മുകളിൽ കുറെ ഇങ്ങനെ പരിപ്പുരിക്കും. അത് അവൻ ആ ഫുഡിനെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. മല പോലെ ഫുഡ് എടുത്തിട്ടാ റെസ്പെക്ട് ചെയ്യണത്. പിന്നെ അവനൊക്കെ വേസ്റ്റ് ആക്കാറില്ലല്ലോ. ഫുഡ് വേസ്റ്റ് ആക്കാറില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവൻ ഫുഡ് വേസ്റ്റ് ആക്കണേ. ഫുഡ് വേസ്റ്റ് ആക്കാറില്ല അമ്മേ. അപ്പോ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അമ്മ എന്താണ് എന്റെ മേത്തേക്ക് വീണ്. ഞങ്ങള് വ്ളോഗ് എടുത്തത് പഠിക്കുന്നതാണ്. ഇതൊക്കെ ട്രെയിലാണ് അല്ലേ? വ്ളോഗിന്റെ ഒരു ട്രെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങള് ആക്ച്വൽ വ്ളോഗായിട്ട് കൂട്ടിയിട്ടില്ല. ഇതൊക്കെ ട്രെയിനിങ് പീരീഡ് ആണ് ചെയ്തില്ല എൻ്റെ. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. ഹാപ്പി ആയിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. ഇതിന് പറയാനാ ബൈ ബൈ.